Hey guys, welcome back to another episode of Sajil's Tech Center. എൻ്റെ പേര് സജിൽ ലത്തീഫ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഓൺലൈൻ ഫ്രോഡ് അല്ലെങ്കിൽ ഓഫ്ലൈൻ ഫ്രോഡുകളെ കുറിച്ചാണ്. അതിൽ നിങ്ങൾ പെടാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം മുതലായ ടിപ്സിനെ കുറിച്ചാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൺലൈൻ ഫ്രോഡുകളെ കുറിച്ചാണ്. ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ ഫ്രോഡ് പല പല രീതിയിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് മെയിൽ ത്രൂ ആയിരിക്കും ഇവർ കിട്ടുന്നത്. പിന്നെ ഇവർ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ SMS അയക്കുക അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങളെ കോൾ ചെയ്യുക. ഇങ്ങനെ 3 കാര്യങ്ങളിലൂടെയാണ് നിങ്ങളെ ഇവർ പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവർ മെയിൻലി ടാർഗറ്റ് ചെയ്യുന്നത് ഹൗസ് വൈഫ്സിനെ ആയിരിക്കും. കാരണം വീട്ടിലിരുന്ന് ഈ ഓൺലൈൻ ജോബുകൾ കൂടുതൽ തിരയുന്ന ആളുകൾ എന്ന് പറയുന്നത് വീട്ടമ്മമാരായിരിക്കും. ഇപ്പൊ പുറത്ത് ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ അവരവരുടെ ജോലിയായിട്ട് ബിസി ആയിരിക്കും, മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരിക്കും. പക്ഷെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളായിരിക്കും ഏറ്റവും കൂടുതൽ ഈ ഓൺലൈൻ ജോബുകളെ കുറിച്ച് തിരയുന്നത്. അതുപോലെ തന്നെ ഈ ലക്കി ഡ്രോ, ലോട്ടോ മുതലായ സംഭവങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നത് സ്ത്രീകളാണ്. സോ ഇതുപോലുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നതും സ്ത്രീകളെയാണ്. ഇപ്പോൾ ഞാൻ ഈ ചാനൽ തുടങ്ങിയ പിന്നെ ഒരുപാട് ആളുകൾ എന്നെ കോൾ ചെയ്തു. അതിൽ കൂടുതലും സ്ത്രീകളാണ്. അവർ പറയുന്നത് അവരുടെ പൈസ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് ടൈം ഒരു സ്ത്രീ വിളിച്ചത് അവർക്ക് ഇതുപോലെ ഒരു കോൾ വന്നു എന്നാണ് പറയുന്നത്. ആ കോളിൽ നിന്ന് അവർക്ക് ഓൺലൈൻ ജോബ് ലഭിക്കാൻ, അതായത് മസ്റ്റായിട്ടും ഓൺലൈൻ ജോബ് ഈ CD കണ്ടാൽ ലഭിക്കും എന്ന് പറഞ്ഞിട്ട് അവരുടെ കുറച്ച് എമൗണ്ട് നഷ്ടമായിട്ടുണ്ട്. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യും, ഒന്നില്ലെങ്കിൽ കോൾ ത്രൂ അല്ലെങ്കിൽ മെയിൽ ത്രൂ. എന്നിട്ട് ഇവർ പറയും ഞങ്ങൾ ഇത്രയും ട്യൂട്ടോറിയൽ വീഡിയോസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതും ഡയറക്റ്റ് ത്രൂ പോസ്റ്റ് ആയിരിക്കും വരുന്നത്. നമ്മുടെ സാധാരണ പോസ്റ്റ് ഓഫീസിൽ നിന്നാണെങ്കിലും ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. വീട്ടിൽ നിങ്ങളുടെ പോസ്റ്റ്മാൻ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ഇത് സപ്ലൈ ചെയ്യും. ആ സമയത്തായിരിക്കും നിങ്ങൾ ഇതിന്റെ പേയ്മെന്റ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു വിശ്വാസം ലഭിക്കും ഇത് ഡയറക്റ്റ് പോസ്റ്റ് ത്രൂ ആയതുകൊണ്ട്. അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇവർ അയക്കുന്ന ഈ CDയിൽ ആകെ ഉള്ളത് നിങ്ങളിപ്പോൾ ഗൂഗിളിൽ ചെന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്ന ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ആയിരിക്കും, അല്ലെങ്കിൽ വെബ്സൈറ്റ് അഡ്രസ് മാത്രമായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ പേ ചെയ്യേണ്ടത് ഒന്നില്ലെങ്കിൽ 1500 2000 രൂപയായിരിക്കും. അപ്പോൾ ഇതിന്റെ പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ആദ്യം നിങ്ങളെ കോൾ ചെയ്യും ഇവര്. എന്നിട്ട് നിങ്ങളെ അവര് പറഞ്ഞ് മനസ്സിലാക്കും ഈ ഓൺലൈൻ ജോബ് ചെയ്താലുള്ള പ്രോഫിറ്റും മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കും. എന്നിട്ട് പറയും ഞങ്ങൾ ഇതുപോലെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ, ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ട്യൂട്ടോറിയൽ വീഡിയോ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതും ഡയറക്റ്റ് പോസ്റ്റൽ വഴിയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ആ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ നിങ്ങൾ ഈ പണം പേ ചെയ്താൽ മതി എന്നായിരിക്കും ഇവർ പറയുന്നത്. അപ്പോൾ നമുക്കൊരു വിശ്വാസം ഈ പ്രോഡക്റ്റിനെ കുറിച്ചും അവരെ കുറിച്ചും കിട്ടും. കൂടുതലും സ്ത്രീകളായിരിക്കും ഇവർ കോൺടാക്ട് ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഹൗസ് വൈഫ്സിനെ ആയിരിക്കും. അപ്പോൾ ഇവർക്ക് ഈ പോസ്റ്റ്മാൻ കൊണ്ട് ഈ പ്രോഡക്റ്റ് കൊടുക്കുന്നു, നിങ്ങൾ അവർക്ക് പൈസ കൊടുക്കുന്നു. പിന്നെ ഇവരെ കുറിച്ച് യാതൊരു കോൺടാക്ട്സും നിങ്ങൾക്ക് ലഭിക്കില്ല. അവർ തന്ന മൊബൈൽ നമ്പർ വർക്ക് ചെയ്യില്ല, ചിലപ്പോൾ അവർ തന്ന ഇമെയിൽ വർക്ക് ആവില്ല, നിങ്ങളെ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തെന്നിരിക്കും. യാതൊരു ഡീറ്റെയിൽസും പിന്നെ ലഭിക്കില്ല, നിങ്ങളുടെ പൈസ നഷ്ടമാവും. ഇതുപോലെ തന്നെ ലാസ്റ്റ് ടൈം എനിക്ക് ലഭിച്ച ഒരു ഓഫർ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതിലിപ്പോൾ 10-12 വർഷമായി ഈ ഓൺലൈൻ ഫീൽഡിൽ നിൽക്കുന്ന കാരണം ആദ്യം തുടങ്ങിയ അന്ന് മുതൽ എനിക്ക് ഇതുപോലത്തെ ഒരുപാട് മെയിൽസും അതുപോലെ തന്നെ കോൾസും ലഭിക്കാറുണ്ട്. അപ്പോൾ ലാസ്റ്റ് ടൈം എനിക്ക് ലഭിച്ചത് രത്നങ്ങൾ പതിച്ചൊരു മാല നമുക്ക് കിട്ടി എന്നും പറഞ്ഞിട്ടാണ്. ഒരു സ്ത്രീയാണ് വിളിച്ചത്. അപ്പോൾ ഇവർ വിളിക്കുമ്പോൾ ഞാൻ ഇവരോട് പറയുന്നു ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുന്നു പറയുന്നു. ഹോൾഡ് ചെയ്യുമ്പോൾ ഞാൻ അവിടെ സംസാരിക്കുന്ന ഇത് കേൾക്കുന്നു. ശരിക്കും ഒരു കോൾ സെന്റർ പോലെ ഒരു ഓഫീസാണ് ഇവർ നടത്തുന്നത്. ഒരുപാട് സ്ത്രീകളെ വെച്ച് ഇതുപോലെ കോൾ ചെയ്യുന്നു. അപ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു. മറ്റുള്ള ആളുകളെ വിളിച്ചിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഒരു ഓഫർ അടിച്ചു, നിങ്ങൾക്ക് ഒരു മാല അടിച്ചു, രത്നങ്ങൾ. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഓക്കെ, അങ്ങനെ അയച്ചു തന്നാൽ ഞങ്ങൾ പൈസ പോസ്റ്റൽ വഴി പേ ചെയ്യാം. അതുപോലെ തന്നെ ഞാനും പറഞ്ഞു ഇവരോട് നിങ്ങളൊരു കാര്യം ചെയ്യും, ആ മാല എനിക്ക് അയച്ചതാ, ഞാൻ പോസ്റ്റ്മാൻ വരുമ്പോൾ പേ ചെയ്താമെന്ന്. പക്ഷെ എനിക്കറിയാം ഇത് കംപ്ലീറ്റ്ലി ഫ്രോഡാണെന്ന് തന്നെ. കാരണം ഈ ഒരു പരിപാടി, ഈ ഫ്രോഡുലൻ ഒരു ആക്ടിവിറ്റി തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി. ഇവർ 10 രൂപയുടെ ഒരു മാലയാണ് എല്ലാവർക്കും സപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ വരുമ്പോൾ നമ്മൾ ഏകദേശം 5000 രൂപയോളം ഈ പോസ്റ്റ്മാന് പേ ചെയ്യണം. അങ്ങനെയാണ് ഇവരുടെ ഡീല്. ഞാൻ പറഞ്ഞു അയച്ചു തരാൻ. ഒരാഴ്ചക്കുള്ളിൽ പ്രോഡക്റ്റ് എൻ്റെ അടുത്ത് വന്നു, പോസ്റ്റ്മാൻ കൊണ്ടുവന്നു. ഞാൻ തൊട്ട് നോക്കിയപ്പോൾ ഇതുപോലെ തന്നെ 10 രൂപയുടെ മാല. ഞാൻ തിരിച്ചു പോസ്റ്റ്മാനെ ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ച് പോസ്റ്റൽ വഴി തിരിച്ച് തന്നെ അവർക്ക് വിട്ടിട്ടുണ്ടാവും. അതൊരു അറിയില്ല, ചിലപ്പോൾ ഇനി പോസ്റ്റ് ഓഫീസിൽ ഉണ്ടാവും എന്ന് അറിയില്ല. സോ ഈ പ്രോഡക്റ്റ് വരുന്നുണ്ടോ എന്നുള്ളതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഈ മെയിൽ ID-യും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും ഇവർക്ക് എങ്ങനെ കിട്ടുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത്. നിങ്ങളിപ്പോൾ ഓൺലൈനിൽ എന്തെങ്കിലും ഫ്രീലാൻസിങ് ജോബോ അതുപോലെ തന്നെ പല പല ഓഫേഴ്സും ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും വെബ്സൈറ്റിൽ കയറിയിട്ട് അവർ സൈനപ്പ് ചെയ്യാൻ പറയുമ്പോൾ സൈനപ്പ് ചെയ്യുന്നു. ഇതുപോലുള്ള ചെറിയ ചെറിയ വെബ്സൈറ്റുകളുടെ മെയിൻ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കളക്ട് ചെയ്യുക. ഇതിന് തന്നെ ഒരു വലിയൊരു ഗ്യാങ് ഉണ്ട് ഇമെയിൽ അഡ്രസ്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവർ ചെയ്യുന്നത്
വളരെ ലീഡ്സ് കിട്ടുന്ന, ലീഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ പോലുള്ള ആളുകൾ, അതായത് മേടിക്കുമെന്ന് അവർക്ക് ഉറപ്പുള്ള ആളുകളെ മെയിൽ ഐ ഡി അവർ കളക്ട് ചെയ്യും, എന്നിട്ട് മറ്റുള്ള ഒരു കമ്പനിക്ക് സപ്ലൈ ചെയ്യും. ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ഫ്രോഡുലന്റ് കമ്പനി ആയിരിക്കും അവർക്ക് അത് സപ്ലൈ ചെയ്യും. ഈ കമ്പനി ആയിരിക്കും പിന്നീട് നമ്മളെ ഫോളോ അപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ നിങ്ങളുടെ എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ട്, സ്നാപ്ഡീൽ വഴി ഒരുപാട് പ്രോഡക്ട്സ് ഒക്കെ ഓർഡർ ചെയ്യും. സാധാരണ വളരെ ജെന്വിൻ ആയിട്ടുള്ള ലീഗൽ ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ്. ഇതുപോലെ തന്നെ ഒരുപാട് ഓൾട്ടർനേറ്റീവ് ഫേക്ക് വെബ്സൈറ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഫേസ്ബുക്ക് ആഡ് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ വേറൊരു വെബ്സൈറ്റിൽ 1000 രൂപയുടെ പ്രോഡക്റ്റ് ഈ വെബ്സൈറ്റിൽ 100 രൂപ അല്ലെങ്കിൽ 50 രൂപ. ഫേക്ക് വെബ്സൈറ്റും ആയിരിക്കും. അതുപോലെ തന്നെ ഈ വെബ്സൈറ്റും ഈ പ്രോഡക്റ്റും ഫേക്ക് ആയിരിക്കും. സോ നിങ്ങളത് ഓർഡർ ചെയ്യും, ചിലപ്പോൾ പ്രോഡക്റ്റ് നിങ്ങളുടെ അടുത്ത് വരും, നിങ്ങൾ പൈസ പേ ചെയ്യും, ക്യാഷ് ഓൺ ഡെലിവറി എന്തോ ആയിക്കോട്ടെ. ഇതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന 2 ലാഭമാണ്. ഒന്ന് ആ ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് വിൽപ്പന നടത്താൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ്, ഇപ്പോൾ മൊബൈൽ നമ്പറോ, ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സോ അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അവരത് കളക്ട് ചെയ്ത് മറ്റുള്ള ഇതുപോലത്തെ ഫ്രോഡുലന്റ് കമ്പനീസിന് കൊടുക്കും. ഇപ്പോൾ റീസെന്റ് ആയിട്ട് എൻ്റെ വീടിന്റെ അടുത്ത് നടന്നൊരു സംഭവമാണിത്. ഒരാൾ ഇതുപോലെ ഒരു പ്രോഡക്റ്റ്, ഞാൻ വെബ്സൈറ്റിന്റെ പേരൊന്നും പറയുന്നില്ല, ആ വെബ്സൈറ്റിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തു. പ്രോഡക്റ്റ് വന്നു 3 ദിവസത്തിനുള്ളിൽ. ആ പ്രോഡക്റ്റ് ഇവരുടെ കയ്യിൽ കിട്ടിയതിന് പിറ്റേ ദിവസം അതേ കമ്പനിയിൽ നിന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ ഓർഡർ ചെയ്ത ഈ പ്രോഡക്റ്റിന് ഒരു ലോട്ടോ പോലത്തെ ഒരു സംഭവം അടിച്ചിട്ടുണ്ട്. ലോട്ടോ അല്ല, ഒരു കാർ അടിച്ചു എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഹിന്ദിയിലാണ് സംസാരിച്ചിരുന്നത്. ഇവരപ്പോൾ എന്നോട് വന്ന് ചോദിച്ചു ഇത് എങ്ങനെയാണ് സംഭവം. ഞാൻ കംപ്ലീറ്റ്ലി അവരോട് പറഞ്ഞു ജെന്വിൻ ആയിട്ടുള്ള സംഭവമല്ല, ഇത് ഫ്രോഡാണെന്ന്. പക്ഷെ അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അവർ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ എനിക്കധികം പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളോട് ഇപ്പോൾ എന്തെങ്കിലും ക്യാഷ് ആണ് അവർ ആവശ്യപ്പെടുന്നു എങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ഫ്രോഡാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്നിട്ടും അവർ വിശ്വാസമായില്ല. അവർ ചെയ്തത്, ഇവർ ചോദിച്ച ആ പണം ഏകദേശം 35,000 അവരെങ്ങനെയോ കളക്ട് ചെയ്തിട്ട് പേ ചെയ്യാൻ ബാങ്കിലേക്ക് പോകുന്ന സീനാണ്. അപ്പോഴും ഞാൻ അവരോട് ചെന്ന് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, എന്തായാലും ബാങ്കിലേക്ക് പോകണം, ബാങ്കിന്റെ അടുത്ത് സ്റ്റേഷനുണ്ട്, പോലീസ് സ്റ്റേഷനുണ്ട്, ജസ്റ്റ് ഒന്ന് അവരോടൊന്ന് കയറി സംഭവം പറയാൻ പറഞ്ഞു. അപ്പോൾ അത് അവർ സമ്മതിച്ചു. ഡയറക്റ്റ് അവർ പോണ വഴിക്ക് സ്റ്റേഷനിൽ ചെന്ന് സംഭവം പറഞ്ഞപ്പോൾ ഓഫീസേഴ്സ് പറഞ്ഞു, ഇത് തികച്ചും ഫ്രോഡാണ്, നിങ്ങൾ വെറുതെ ക്യാഷ് കളയേണ്ട. ഇതിപ്പോഴും ഒരുപാട് പേര് ഇതുപോലെ ക്യാഷ് കളഞ്ഞിട്ടുണ്ട്, കംപ്ലൈൻറ്റ്സ് അവിടെ ഒരുപാട് വന്നിട്ടുണ്ട്. സോ ഇത് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അങ്ങനെ അവർക്ക് വിശ്വാസമായി. സോ അതും ഒരു വീട്ടമ്മയായിരുന്നു. സോ നിങ്ങളും ഇതുപോലെ അധികം ഫേമസ് ഒന്നും അല്ലാത്ത ഇ കോമേഴ്സ് വെബ്സൈറ്റുകളിൽ നിന്ന് പ്രോഡക്റ്റ് ഒന്നും ഓർഡർ ചെയ്യാതിരിക്കുക. ഇപ്പോൾ അധികം ഡിസ്കൗണ്ട് കിട്ടണമെങ്കിലും ആ പ്രോഡക്റ്റ് ഒന്നും നിങ്ങൾ ഓർഡർ ചെയ്യാതിരിക്കുക. ഇതുപോലെ നിങ്ങളുടെ ഡീറ്റെയിൽസ് അവർക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും. മറ്റുള്ള കമ്പനീസിന് അത് റീസെല് ചെയ്യാനും സാധിക്കും. നല്ല എമൗണ്ടിനായിരിക്കും ഇവർ റീസെല് ചെയ്യുന്നത്. സോ അത് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ കോൾസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അറിയാവുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് സംസാരിപ്പിക്കുക. അപ്പോൾ ആണുങ്ങൾ അധികം സംസാരിക്കുമ്പോൾ ഇവർ സംസാരിക്കില്ല കൂടുതൽ, അവര് മിക്കവാറും കട്ട് ചെയ്ത് പോകാനാണ് ചാൻസ്. സോ ഈ കാര്യങ്ങൾ, ഈ ടിപ്സ് എല്ലാം എല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കുക. ഇനിയും അപകടങ്ങളിൽ പെടാതിരിക്കുക. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് പേര് എന്നെ വിളിച്ചു ഡൗട്ട്സ് എല്ലാം ചോദിക്കുന്നത് കാരണമാണ് ഇതുപോലൊരു വീഡിയോ ഞാൻ എല്ലാവർക്കും കാണാൻ വേണ്ടി ചെയ്യുന്നത്. അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ 3000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും താങ്ക്സ് ഉണ്ട്. ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും ഞാൻ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കൺ ആക്ടിവേറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ, വീണ്ടും കാണാൻ സാധിക്കുകയുള്ളൂ. സോ ഇത്രയും നേരം എൻ്റെ വീഡിയോസ് അയച്ച എല്ലാവർക്കും നന്ദി. ഞാൻ ഇനിയും പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതാണ്. സോ താങ്ക്സ് എ ലോട്ട്.